നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയിലെ അമേരിക്കൻ എംബസിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാരെല്ലാം ഇപ്പോൾ ആലപ്പുഴയിലുണ്ട്. ഇൻ്റലിജൻസ് ഏജൻസികൾ, അതായത് അമേരിക്കയുടേതടക്കമുള്ള ഇൻ്റലിജൻസ് ഏജൻസികൾ കഴിഞ്ഞ 2 ദിവസമായി നഗരം അരിച്ചു പെറുക്കുകയാണ്. ഉപഗ്രഹങ്ങളുടെ നിരീക്ഷണങ്ങളടക്കം കനത്ത സുരക്ഷാ വലയത്തിലാണ് ആലപ്പുഴ. ആർക്ക് വേണ്ടിയാണ് ഈ സുരക്ഷാ ഒരുക്കങ്ങൾ? അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ മൈക്കിൾ ബൂലോസ് ഇന്ന് ആലപ്പുഴയിലുണ്ട്. അദ്ദേഹത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അസാധാരണമായ സുരക്ഷ ആലപ്പുഴയിൽ ഒരുക്കിയിരിക്കുന്നത്. മൈക്കിൾ ബൂലോസിനോടൊപ്പം 8 അംഗ സംഘവും ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന് പുറമെയാണ് ഈ എംബസി ഉദ്യോഗസ്ഥന്മാരും മറ്റ് സുരക്ഷാ ഉദ്യോഗസ്ഥന്മാരും എല്ലാം ഉള്ളത്. ആലപ്പുഴയിലെ പുന്നമടക്കായലിൽ നടക്കുന്ന ട്രയലിൻ്റെ 2 ചുണ്ടൻ വള്ളങ്ങളുടെ ട്രയൽ കാണുക എന്നുള്ളതാണ് ട്രംപിൻ്റെ മരുമകൻ്റെ ഉദ്ദേശം. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ചാർട്ടേഡ് ഫ്ലൈറ്റിൽ ബാംഗ്ലൂർ വിമാനത്താവളത്തിലേക്കാണ് ആദ്യം എത്തിയത്. അവിടെ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്കും പിന്നീട് നെടുമ്പാശ്ശേരിയിൽ നിന്നും നേരെ ആലപ്പുഴയിലേക്കും എത്തുകയായിരുന്നു. വിനോദയാത്രയുടെ ഭാഗമായിട്ടാണ് ട്രംപിൻ്റെ മരുമകനായിട്ടുള്ള മൈക്കിൾ ഈ ആലപ്പുഴയിൽ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിന് വള്ളം കളി കാണണമെന്നൊരു മോഹമുണ്ടാവുകയായിരുന്നു. അതിനെ തുടർന്നാണ് കേരളത്തിലേക്കുള്ള യാത്ര. 2 ചുണ്ടൻ വള്ളങ്ങളുടെ ട്രയൽ ഇപ്പോൾ പുന്നമടക്കായലിൽ നടക്കുകയാണ്. നിരണം ചുണ്ടൻ്റെയും PBCയുടെയും ട്രയലുകളാണ് നടക്കുന്നത്. ഇതിൽ പങ്കെടുക്കാനാണ്, അല്ലെങ്കിൽ ഇത് വീക്ഷിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകനും 8 അംഗ സംഘവും ഇപ്പോൾ പുന്നമടക്കായലിൽ എത്തിയിരിക്കുന്നത്. ട്രംപിൻ്റെ മകളായിട്ടുള്ള ടിഫാനി ട്രംപിൻ്റെ ഭർത്താവ്, അല്ലെങ്കിൽ ടിഫാനി ട്രംപിനെ വിവാഹം കഴിച്ചതോടുകൂടിയാണ് ഇദ്ദേഹം ട്രംപിൻ്റെ മരുമകനായി മാറിയത്. ഉന്നത എംബസി വൃത്തങ്ങൾ, അല്ലെങ്കിൽ എംബസിയിലെ ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ഇപ്പോൾ അദ്ദേഹത്തെ അനുഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം. ട്രംപിൻ്റെ മരുമകനായതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയത്തിലാണ് ഇപ്പോൾ ആലപ്പുഴ നഗരം, അല്ലെങ്കിൽ ഈ പുന്നമടക്കായലുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ എന്നാണ് ലഭിക്കുന്ന സൂചന. ഇന്ന് വൈകുന്നേരം വരെ അദ്ദേഹം അവിടെ ഉണ്ടാകും. അത് കഴിഞ്ഞാൽ പിന്നീട് നേരെ നെടുമ്പാശ്ശേരിയിലേക്ക് പോകും. അവിടെ നിന്ന് അദ്ദേഹം അമേരിക്കയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുമെന്നാണ് ലഭിക്കുന്ന സൂചന. ട്രംപ് നമുക്കറിയാം, അമേരിക്കൻ പ്രസിഡൻ്റാണ്. അമേരിക്ക ഇപ്പോൾ ഒരു യുദ്ധമുഖത്തുള്ള ഒരു രാജ്യമാണ്. ഇറാനുമായിട്ട് അവർ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഫെബ്രുവരി മാസം 28-നാണ് ഇറാനെ ഈ അമേരിക്കയുടെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയും സൈന്യം ആക്രമിച്ചു തുടങ്ങിയത്. പല ഘട്ടങ്ങളിലായി ഇതോടുകൂടി നിരവധി തവണ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇപ്പോൾ ചെറിയൊരു ആശ്വാസത്തിലാണ്, ചെറിയൊരു വെടിനിർത്തൽ പോലെയാണ് സാഹചര്യങ്ങൾ. പക്ഷേ ഏത് നിമിഷവും ആക്രമണത്തിലേക്ക് അത് നയിച്ചേക്കാം എന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു യുദ്ധമുഖത്ത് നിൽക്കുന്ന രാജ്യത്തിൻ്റെ തലവനാണ്. അദ്ദേഹം അതുകൊണ്ട് തന്നെ കനത്ത സുരക്ഷാ വലയം അദ്ദേഹത്തിനും കുടുംബാംഗങ്ങൾക്കുമുണ്ട്. നിരവധി തവണ വധശ്രമത്തിന് വിധേയനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്, വധശ്രമം നേരിടേണ്ടി വന്നിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് ഡൊണാൾഡ് ട്രംപ്. ഈ അടുത്ത കാലത്ത് ഇറാൻ നേരിട്ട് ട്രംപിനെ വധിക്കാനായി ശ്രമം നടത്തിയിരുന്നു എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. പലതവണയായി നടന്നതുപോലെയുള്ള വധശ്രമങ്ങളല്ല, ഇറാൻ ഇപ്പോൾ നേരിട്ട് ട്രംപിനെ വകവരുത്താൻ ശ്രമിച്ചിരുന്നു എന്നൊരു വാർത്ത നേരത്തെ വന്നിരുന്നു. ഇറാനും അമേരിക്കയും സമാധാന ചർച്ചകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരം വിവരങ്ങൾ അമേരിക്കൻ ഏജൻസി പുറത്തുവിട്ടത്. അതേ തുടർന്ന് അമേരിക്ക ചർച്ചകൾ അവസാനിപ്പിച്ച് യുദ്ധത്തിലേക്ക് കടക്കുന്നത് നമ്മൾ കണ്ടതാണ്. 13 ദിവസം നീണ്ടുനിന്ന തുടർച്ചയായ കനത്ത ആക്രമണമാണ് ഏറ്റവും അവസാന ഘട്ടത്തിൽ അമേരിക്ക ഇറാനിൽ നടത്തിയിട്ടുള്ളത്. ഇറാൻ്റെ സൈനിക ശേഷി ഘട്ടം ഘട്ടമായി ഇല്ലാതാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ആക്രമണങ്ങളെല്ലാം നടത്തിയിട്ടുള്ളത് എന്നാണ് ലഭിക്കുന്ന സൂചന. എന്തായാലും ഈ ആക്രമണങ്ങൾക്കെല്ലാം ചെറിയ തോതിലാണെങ്കിലും ഇറാൻ ഗൾഫ് മേഖലകളിൽ തിരിച്ചടി നടത്തിയിട്ടുണ്ട് എന്നും സൂചനയുണ്ട്. എന്തായാലും ഈ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അല്ലെങ്കിൽ അമേരിക്കൻ പ്രസിഡന്റിന് നേരെയുള്ള സുരക്ഷാ ഭീഷണി അത് വളരെ വലുതാണ്. ഇറാൻ സൈന്യമായ IRGC ഈ ട്രംപിനെ കൊല്ലുമെന്ന് ഇപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ആദ്യ 28-ാം തീയതിയാണ്, ഫെബ്രുവരി 28-നാണ് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനെ ആക്രമിച്ചത്. ആ ആക്രമണത്തിൻ്റെ ആദ്യ ദിവസത്തിൽ തന്നെ ഇറാൻ്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമീനി കൊല്ലപ്പെട്ടിരുന്നു. ഇത് ഇറാന് ഉണ്ടാക്കിയ ആഘാതം ചെറുതല്ല. പരമോന്നത നേതാവ് കൊല്ലപ്പെട്ടിട്ടും ഇത്രയും കാലം
യുദ്ധം തുടർന്നു കൊണ്ടുപോകാൻ ഇറാന് സാധിച്ചു. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പകരം ചോദിക്കുമെന്ന വികാരവും ഇറാൻ്റെ മനസ്സിനുള്ളിലുണ്ട്. ഇറാൻ ഭരണകൂടത്തിനും ഇറാൻ സൈന്യത്തിനുമുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് ഇറാൻ പരമോന്നത നേതാവായിരുന്ന അയത്തുള്ള ഖമേനിയുടെ ഖബറടക്കം നടന്നത്. ആ ഖബറടത്തിൽ ലക്ഷക്കണക്കിന് ജനങ്ങളാണ് പങ്കെടുത്തത്. ഈ പങ്കെടുത്തവരെല്ലാം തന്നെ ട്രംപിനെ വധിക്കും എന്ന ഒരു വലിയ പ്ലക്കാർഡ് ഉയർത്തിക്കൊണ്ട് രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. ഇറാൻ നേരത്തെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെയാണ് നോട്ടമിട്ടിരുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ നമ്പർ 1 ശത്രു എന്ന് പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. അതുകൊണ്ട് തന്നെ ട്രംപിനെ വധിക്കുമെന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടുള്ള പ്ലക്കാർഡുകളും ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ലക്ഷോപലക്ഷം ജനങ്ങൾ ഈ അയത്തുള്ള ഖമേനിയുടെ ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുത്തത്. മാത്രമല്ല, ആ ഖബറടക്കം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മൊജ്തബ ഖമേനിയും തൻ്റെ പിതാവിൻ്റെ നിരപരാധിയായ തൻ്റെ പിതാവിൻ്റെ രക്തത്തിന് പകരം ചോദിക്കുമെന്ന് വെളിപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അങ്ങനെ ഒരു ഭീഷണി മുഴക്കിയിരുന്നു. അതുകൊണ്ട് തന്നെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേരെയുള്ള സുരക്ഷാ ഭീഷണി അത് വളരെ വലുതാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നും, ഇറാൻ്റെ ചില പ്രോക്സി സംഘടനകളുടെ ഭാഗത്തു നിന്നും, മറ്റു ചില ജിഹാദി ഗ്രൂപ്പുകളിൽ നിന്നുമെല്ലാം, ഹമാസ്, ഹിസ്ബുള്ള പോലെയുള്ള ജിഹാദി ഗ്രൂപ്പുകളിൽ നിന്നെല്ലാം അമേരിക്കൻ പ്രസിഡന്റിന് വലിയ രീതിയിലുള്ള ഭീഷണിയുണ്ട്. ഈ ഭീഷണിയൊക്കെ നിലനിൽക്കുമ്പോഴാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ കേരളത്തിലെത്തിയിരിക്കുന്നത്, വള്ളംകളി കാണാനായി കേരളത്തിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷയാണ് ഇദ്ദേഹത്തിന് ഏർപ്പെടുത്തിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ലോകത്തിൻ്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏത് കോണിൽ വെച്ചായാലും തങ്ങൾ ആ ശിക്ഷാവിധി നടപ്പിലാക്കുമെന്ന് ഇറാൻ പ്രഖ്യാപിച്ചിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ ഇന്ത്യയേക്കാൾ ഉപരി ഇതിപ്പോൾ കേരളത്തിലാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. ഇന്ത്യയുടെ സുരക്ഷാ സംവിധാനങ്ങളിൽ ട്രംപ് ഭരണകൂടം അത്രമാത്രം വിശ്വാസ്യത പുലർത്തിയിട്ടുണ്ട്, അവർ അത് അംഗീകരിച്ചിട്ടുമുണ്ട്. ഈ സാഹചര്യത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ മരുമകൻ കേരളത്തിൽ സന്ദർശനം നടത്തുന്നത്. അതീവ സുരക്ഷ ഈ യാത്രയുമായി ബന്ധപ്പെട്ട് ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്ന് അദ്ദേഹം മടങ്ങുന്നത് വരെ, വൈകുന്നേരത്തിന് ശേഷം ഈ വള്ളംകളിയിൽ പങ്കെടുത്ത് മടങ്ങുന്നത് വരെ നഗരം കനത്ത സുരക്ഷാ ജാഗ്രതയിലായിരിക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന.